ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ മഹാകുംഭമേള പുരോഗമിക്കുകയാണ്. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുംഭമേളയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, പറയൂ. കോടിക്കണക്കിന് മനുഷ്യരെ കുംഭമേളയിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഇതിനോടകം 7 കോടി തീർത്ഥാടകർ ഈ കുംഭമേളയുടെ ഭാഗമായി എന്നാണ് പ്രയാഗ്രാജിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതാണ്ട് 40 കോടി തീർത്ഥാടകർ ഈ കുംഭമേളയുടെ ഭാഗമായി പ്രയാഗ്രാജിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. ഈ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ത്രിവേണി സംഗമത്തിൽ ഗംഗ, യമുന, സരസ്വതി ഒന്നിക്കുന്ന ത്രിവേണി സംഗമത്തിൽ അവിടെ എത്തി ഈ സ്നാനം നടത്തിയാൽ മോക്ഷം ലഭിക്കുമെന്നുള്ളതൊക്കെ തന്നെയാണ് വിശ്വാസം. ജനുവരി 13-നാണ് കുംഭമേള ആരംഭിച്ചത്. തുടർന്ന് ഈ മഹാശിവരാത്രി ദിനത്തിലാണ് അവസാനിക്കുക. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ തീർത്ഥാടകർ കൂടുതലായി എത്തുന്നതിനനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും മറ്റുമായി ഇന്ന് പ്രത്യേക യോഗം കൂടി ചേരുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ ഈ അനാവശ്യമായി ഡ്രോൺ പറത്തുന്നതിനും ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിനും ഒക്കെ തന്നെ കർശനമായിട്ടുള്ള നിരോധനം കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ മേഖലകളിലും ഈ തീർത്ഥാടകർക്കായി അവർക്ക് സ്നാനം നടത്തുന്നതിനും മറ്റുമായുള്ള പ്രത്യേകം ഘട്ടുകൾ, ഇങ്ങനെ വിവിധ ക്രമീകരണങ്ങളെല്ലാമാണ് ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 7 കോടി തീർത്ഥാടകർ അവിടെ സന്ദർശനം നടത്തി മടങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. എസ് കെ.